Hello friends, Assalamu alaikum. Welcome back our channel, my tricks and tips. ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോറ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് പറയുന്നത്. അതായത് റേഷൻ കടയിലെ അരി ഒട്ടുമിക്ക അരികളും നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതെങ്ങനെ ഇല്ലാണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് നമ്മൾ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ യൂസ്ഫുൾ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ അരി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അരി കൊണ്ട് ചോറുണ്ടാക്കിയാൽ നല്ല തൂവെള്ള കളറിലുള്ള ചോറായിട്ട് കിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള ചോറായിരിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇതിലുള്ള കല്ലും പൊടികളും നെല്ലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു മുറത്തിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് ഒന്ന് പാറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിലുള്ള പൊടികളൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമ്മൾ ഈ അരി എന്തെങ്കിലും ഒരു ഷീറ്റിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് ഇതിലുള്ള ഈ നെല്ലും കറുത്ത അരികളും കല്ലും ഒക്കെ ഒന്ന് പോക്കി ക്ലീൻ ആക്കി എടുക്കുക. ഇപ്പം ഞാനിവിടെ അരിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചോറുണ്ടാക്കുന്ന പാത്രം എപ്പോഴും കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. അതിൽ ഒരു 1/4 ഭാഗത്തോളം വെള്ളം വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു പാത്രത്തിലും കൂടെ വെള്ളം വെക്കുന്നുണ്ട്. അടിയിലുള്ള വെള്ളം നല്ലപോലെ തിളയ്ക്കുന്ന സമയം കൊണ്ട് മുകളിലത്തെ വെള്ളവും നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടും. ആ വെള്ളം വെച്ചിട്ട് വേണം നമുക്ക് ഈ അരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഞാനിവിടെ അരി ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ആ പാത്രത്തിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലുള്ള വെള്ളം എടുത്തിട്ട് ഈ ഒരു അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അരിയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് നേരമെങ്കിലും അതങ്ങനെ തന്നെ വെക്കുക വെള്ളം ഒഴിച്ചിട്ട്. അതായത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം മുകളിലുള്ള വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഞാനിവിടെ ഈ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കുതിരണം. അതായത് ഈ അരിക്ക് കുറച്ചൊരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിക്കൊണ്ടാണ് നമ്മളിങ്ങനെ ഉപ്പിട്ടതിന് ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് കുതിർത്തി വെക്കുന്നത്. ഈ ഒരു സമയത്തിന് ഇതിൽ വേറെ എന്തെങ്കിലും പ്രാണികളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്നോളും. അപ്പോൾ നമുക്ക് നല്ലപോലെ ക്ലീനായി കിട്ടും ഈ അരി. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് ആ മുകളിലത്തെ ചൂടുവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. അഥവാ വെള്ളത്തിന് ചൂട് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കൈക്ക് ഒരു പാകമുള്ള ചൂടാക്കി മാറ്റിയതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്താൽ മതി. ഒരു 5-6 പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം ലാസ്റ്റിൽ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഈ വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം നമുക്കിനി ഒരു സ്പൂണ് വെച്ചിട്ട് ഒരു വലിയൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിഭാഗത്ത് കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അടിഭാഗത്ത് കുറച്ച് അരി ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഒരു പാത്രത്തിൽ മുകളിൽ വെള്ളം വെക്കുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് യൂസ് ചെയ്യാം. കാരണം അടിയിലത്തെ ചോറ് വേവുമ്പോഴത്തേക്കും മുകളിലത്തെ വെള്ളം ഏകദേശം തിളയ്ക്കാനുള്ള പാകം വരെയുള്ള ചൂടായി കിട്ടും. പിന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമ്മൾ ആ വെള്ളം. അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് എനിക്കിത് വേവാനായിട്ട് ഒരു 15 മിനിറ്റാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തവിയിലോട്ടൊന്ന് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേവായിട്ടുണ്ടോയെന്ന് അറിയാം. അപ്പോൾ കറക്റ്റ് വേവായതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഈ വെള്ളം ഒഴിവാക്കി കളയാൻ പാടുള്ളൂ. ഇനിയാണ് നമ്മുടെ ഇതിലെ മെയിൻ പരിപാടികൾ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ അരി കറക്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഈ വെള്ളം ഒന്ന് ആദ്യം ഒഴിവാക്കിയെടുക്കാം. അത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മൾ വേവിച്ച ചോറിലോട്ട് ആദ്യത്തെ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നോർമൽ വാട്ടർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു തവി വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിഞ്ഞാൽ ഇതിലുള്ള സ്റ്റാർച്ചൊക്കെ കംപ്ലീറ്റ് നിന്ന് പോയി കിട്ടും. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ
പച്ചവെള്ളം ഉപയോഗിച്ച് ഈ ചോറ് ഒന്ന് കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഞാൻ ഈ കാണിക്കുന്ന പോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ആ വെള്ളം കളയുക, എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിലും ഇതിലുള്ള സ്റ്റാർച്ച് മൊത്തത്തിൽ പോവുകയും ചെയ്യും. ചോറിൻ്റെ ആ കറക്റ്റ് പാകത്തിൽ അതവിടെ കിടക്കുകയും ചെയ്യും. കാരണം പിന്നെ ആ ചോറ് വേവില്ല. നമ്മൾ സാധാരണ ചെയ്യുക ആ ആദ്യത്തെ വെള്ളം ഒഴിവാക്കിയിട്ട് അങ്ങനെ തന്നെ വാർക്കുകയാണ് ചെയ്യുക. സാധാരണ ഒരുവിധം എല്ലാ ആളുകളും അങ്ങനെയാണ് ചെയ്യുക. ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ചോറ് ശരിയാക്കി എടുക്കാൻ പറ്റും. അതായത് തമ്മിൽ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല. നല്ല ഒരു എന്താ പറയുക, ഒരു 30, 35, 40 രൂപയുടെ ഒരു അരിൻ്റെ ചോറ് പോലെ തന്നെ ഈ അരിയും നിങ്ങൾക്ക് ഇതുപോലെ ചോറുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഷുവറാണ്, 100% ഉറപ്പ് തരുന്നു. ഇത് വാർത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റിന് ശേഷം പിന്നെ അത് നിവർത്തി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ചോറാണ്. അപ്പോൾ റേഷൻ കടയിലെ അരി കൊണ്ട് ഇനി ഒട്ടിപ്പിടിക്കുന്ന ചോറൊന്നും ഉണ്ടാക്കട്ടെ. ഇത് ബാലൻസ് വന്നാലും നിങ്ങൾക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.